പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ശ്രീവിദ്യാ ഉപാസന പദ്ധതികളുടെ രണ്ട് പ്രധാനപ്പെട്ട രീതികളെക്കുറിച്ചും വഴികളെക്കുറിച്ചുമാണ് പറയുന്നത്. മൊത്തം 12 രീതികളാണുള്ളത് എന്ന് പറയപ്പെടുന്നു. അതിലെ 2 രീതികൾ മനുവിദ്യ, ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡല മധ്യക. പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. മനുവിദ്യ, ചന്ദ്രവിദ്യ. മനു നമുക്കറിയാം, മനുസ്മൃതി. ഇപ്പോൾ നമ്മൾ 7ാമത്തെ മനുവിലാണ്. അതായത് മന്വന്തരം എന്ന വാക്ക് തുടങ്ങിയത് ഈ മനു എന്ന വാക്കിൽ നിന്നാണ്. ഇപ്പോൾ 14 മനു എന്നാണ് പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ 7ാമത്തെ മനുവിലാണ്. വൈവസ്വത മനു, അതായത് സൂര്യാംശജനായ മനുവിൻ്റെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ മന്വന്തരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ള മനു ദേവി പൂജ, ശ്രീവിദ്യ ഉപാസന ചെയ്ത പദ്ധതി എന്നുള്ളതാണ് മനുവിദ്യ. എന്തിനാണ് ഇവിടെ പറയുന്നത്? വിദ്യ എന്നാൽ നമുക്കറിയാം അറിവ്, ജ്ഞാനം, മനസ്സിലാക്കൽ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മനുവിൻ്റെ വിദ്യ, അതായത് നമ്മൾ മനുസ്മൃതി എന്ന് പറയുമെങ്കിലും ശരിക്കും അതിൻ്റെ പേര് മനുവിൻ്റെ മാനവ ധർമ്മശാസ്ത്രം എന്നാണ് അതിൻ്റെ ശരിയായ പേര്. പറഞ്ഞു മനുസ്മൃതി ആക്കിയതാണ്. അപ്പോൾ ആ മാനവ ധർമ്മശാസ്ത്രം എന്തിനാണോ രചിക്കപ്പെട്ടത് അതിൻ്റെ തുടക്കം എന്നുള്ളത് മനുവിൻ്റെ വിദ്യയിലാണ്. അത് ഈ വൈവസ്വത മനുവാണ് രചിച്ചത്. അപ്പോൾ മനുവിദ്യ, ആ മനു എപ്രകാരമാണോ അമ്മയെ, ആദിപരാശക്തിയായ ലളിതാംബികയെ പൂജിച്ചത്, ഉപാസിച്ചത്, ആ വിദ്യ ചന്ദ്രവിദ്യ. അതായത് ഒന്ന് തികച്ചും പ്രകൃതിപരമായ കാര്യങ്ങളിലൂടെ ധർമ്മത്തിലേക്ക് എത്തിക്കുമ്പോൾ, മറ്റൊന്നത് പ്രകൃതി, അതായത് ചന്ദ്രൻ എന്ന നമ്മളുടെ മനസ്സിലൂടെ ശ്രീവിദ്യയിലേക്ക് എത്തിക്കുന്നു. രണ്ടും ഒരേ വഴികളാണെങ്കിലും 2 പദ്ധതികളായി പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ചന്ദ്രൻ സ്വയം ഉപാസിച്ച ദേവീ പൂജയെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണത്? ചന്ദ്രമണ്ഡല മധ്യക, ചന്ദ്രന്റെ മണ്ഡലം, ചന്ദ്രമണ്ഡലം, ഓർബ് ഓഫ് ദി മൂൺ എന്ന് പറയും. അതായത് ഓർബിറ്റ് ഓഫ് ദി മൂൺ. ആ ചന്ദ്രന്റെ മണ്ഡലത്തിന്റെ മധ്യക, ഒത്ത നടക്ക്, മധ്യക. അതാണ് നമ്മൾ ശ്രീചക്രം എല്ലാം നോക്കുമ്പോൾ ഒരു ബിന്ദു ഉണ്ടാവും ഒത്ത നടുക്കായിട്ട്. അത് ഇവിടെ ചന്ദ്രമണ്ഡലത്തിന്റെ ഒത്ത നടുക്കാണ്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുന്നതിൻ്റെ ഇമാജിനേഷനും അപ്പുറത്താണ്. സയൻസും ഇന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓർബ് ഓഫ് ദി മൂൺ എന്ന് അടിച്ചാൽ മതി, നാസയുടെ റിപ്പോർട്ടൊക്കെ കാണാം. അപ്പോൾ ചന്ദ്രവിദ്യ, ചന്ദ്രമണ്ഡല മധ്യക. ചന്ദ്രൻ സ്വയം ശ്രീവിദ്യ ഉപാസകനായി ആ ദേവീ പൂജ ചെയ്തത് എങ്ങനെയാണ്? ചന്ദ്രമണ്ഡല മധ്യക, സ്വയം തൻ്റെ മനസ്സെടുത്താണ് പൂജിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ചന്ദ്രൻ എന്നുള്ളത് നമ്മളുടെ ലഗ്നം എടുക്കുമ്പോഴോ ഏത് രീതിയും ലൂണാർ എടുക്കുമ്പോൾ നമ്മളുടെ മനസ്സുമായിട്ടാണ് ചന്ദ്രനെ എപ്പോഴും പറയുന്നത്. ചന്ദ്രബലം, ആ മനസ്സ് എന്നത് ചന്ദ്രനാണ്, ഭൂമിയുടെയും നമ്മളുടെയും. അപ്പോൾ ഇവിടെ ആ മനസ്സിലേക്ക് ദേവിയെ കൊണ്ടെത്തിക്കുന്ന പദ്ധതിയും കൂടി പറയുകയാണ്. ചാരുരൂപ, ചാരുഹാസ, ചാരു ചന്ദ്രകലാധര. ചാരുഹാസയാണമ്മ. ചാരു എന്നാൽ ഗ്രേസ് എന്നാണ് പറയുന്നത്. അതായത് ഭംഗി എന്നുള്ളത് മാത്രം പറയരുത്, ബ്യൂട്ടിഫുൾ മാത്രമല്ല, അതിനും അപ്പുറമുള്ള എന്തോ ഒരു വശ്യത. ചാരു ആണ്. ചാരു കേശി എന്നൊക്കെ പറയില്ലേ, അതായത് ഭംഗി എന്ന് പോലും പറയുക, അതിന് വേറെന്തോ ഒരു വാക്കാണ്. അങ്ങനെയുള്ള രൂപം വന്നു ഇവിടെ. അപ്പോൾ രൂപം വരുമ്പോൾ രൂപധ്യാനത്തിലേക്ക് നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മനുവും ചന്ദ്രദേവനും സ്വയം ശ്രീവിദ്യ ഉപാസിച്ചു എങ്കിലും ഇവിടെ നമ്മൾക്കായി എങ്ങനെയാണ് എത്തിച്ചത്? ചാരുരൂപയായ മനോഹരമായ ചാരുരൂപയായ. ആ രൂപം എന്തിലാണ്? ചാരുഹാസ, അതേ കൃപാകടാക്ഷത്തോടു കൂടിയുള്ള ഹാസ, ചിരിയോടുകൂടിയാണ്. അപ്പോൾ ആ ചിരി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിനുള്ളിലെ നിറവിനെ കൂടിയാണ്. കാരണം ചന്ദ്രനും മന്വന്തരം എന്ന ഈ മനുവും ഒരേ ഇടത്ത് വരുന്നത് കൊണ്ട് അത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതാണ് ചാരുഹാസ, ചാരു ചന്ദ്രകലാധര. ആ ചാരുവായ ചന്ദ്രകലാധര
മഹാദേവനെയും ചേർത്താണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ചാരു ചന്ദ്രകലാധര, ആ കലയെ ധരിച്ചിരിക്കുന്നത് ആരാണ്? മഹാദേവൻ. ആ മഹാദേവനും സ്വയം ഈ 12 പേരിൽ ഒരാളാണ്. ഈ മഹാവിദ്യയെ സ്വയം പൂജിച്ച ആൾ. ശ്രീവിദ്യ ഉപാസനാ പദ്ധതികളിൽ മഹാദേവന്റേതായ ഒരു പദ്ധതിയുമുണ്ട്. അതും ചേർത്താണ് ഇവിടെ പറയുന്നത് ചാരു ചന്ദ്രകലാധര. അതാണ് വരികൾ. മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുഹാസ ചാരു ചന്ദ്രകലാധര. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.